എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം. ഞാൻ ഇന്ന് നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് അസിഡിറ്റി എന്ന വിഷയത്തെ പറ്റിയാണ്. ഒരുപാട് പേര് അസിഡിറ്റിയുമായിട്ട് പ്രയാസപ്പെടുന്നുണ്ട്. അസിഡിറ്റി മാത്രമല്ല, അസിഡിറ്റിയുടെ നെക്സ്റ്റ് ലെവലിലോട്ട് പോരുമ്പോൾ അൾസർ, അതുപോലെ ഗേർഡ്, ഗ്യാസ്ട്രോ ഈസോഫാജൽ റിഫ്ലക്സ് ഡിസീസ്, അതുപോലെ തന്നെ ഗ്യാസ്ട്രൈറ്റിസ്, ഇതെല്ലാം അസിഡിറ്റിയുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പം ഈ ബുദ്ധിമുട്ടുമായിട്ട് പ്രയാസപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. ഇവരെല്ലാം നമുക്ക് കാണുന്ന ഒത്തിരി പേര് എൻ്റെ എക്സ്പീരിയൻസിൽ കണ്ടിരിക്കുന്നത് മരുന്ന് നിർത്താൻ കഴിയാതെ ലൈഫ് ലോങ് മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം പേരെ കാണാനായിട്ട് സാധിക്കും. വാസ്തവത്തിൽ എന്തുകൊണ്ടാണ് ഇതൊരു മാറാരോഗം പോലെ അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് നിത്യം മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരുന്നത്? എന്തായിരിക്കും ഇതിന്റെ പ്രധാന റീസൺ? എന്തുകൊണ്ടാണ് ഇത് മാറാവ്യാധിയായിട്ട് നിൽക്കുന്നത്? നമുക്ക് നോക്കാം വിശദമായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അസിഡിറ്റി എന്ന് പറയുന്നത് ഒരു രോഗമല്ല. അതായത് ഒരു ഡിസീസ് അല്ല, ഒരു ഡിസോർഡറാണ്. അപ്പം ഒരു രോഗത്തെയാണ് ഒരു ഡോക്ടർക്ക് അല്ലെങ്കിൽ ഒരു വൈദ്യന് ചികിത്സിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഡിസോർഡറിനെ എന്ത് ചെയ്യണം? ഓർഡർ കറക്റ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിനുള്ള സൊല്യൂഷൻ. അപ്പോൾ വാസ്തവത്തിൽ എവിടെയാണ് നമ്മുടെ ഓർഡർ തെറ്റിയത്? അത് വളരെ സിമ്പിളാണ്. നമ്മുടെ GI ട്രാക്ട്, ദഹനേന്ദ്രിയം, അത് തുടങ്ങുന്നത് നമ്മുടെ മൗത്തിൽ നിന്നാണ്. അപ്പോൾ വായിൽ നിന്ന് ദഹനം ആരംഭിക്കുന്നത് മൗത്തിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ ചവച്ചിറക്കുന്ന ആഹാരം ഇത് നമ്മുടെ സലൈവയുമായിട്ട് മിക്സ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ആമാശയത്തിലേക്ക് വരുന്നത്. അപ്പോൾ ഈ സലൈവ നമ്മുടെ പല്ലിന്റെ ഈ വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ വായിൽ എന്ത് ചെയ്യുന്നുണ്ട്, സലൈവ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സൈമൾട്ടേനിയസ് ആയിട്ട് നമ്മുടെ സ്റ്റൊമക്കിൽ ആസിഡ്സും എൻസൈംസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇതൊരു ബാലൻസിലാണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. അപ്പം ഈ സലൈവ എന്ന് പറയുന്നത് ഹൈലി ആൽക്കലൈൻ ആണ്. ഇത് അകത്തോട്ട് ചെല്ലുന്നു, നമ്മുടെ സ്റ്റൊമക്കിലുള്ള ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യുന്നു. ഇതാണ് ഒരു നോർമൽ ഫങ്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഏതോ കാരണത്താൽ, നമുക്ക് റീസൺ വ്യക്തമായിട്ട് അറിയില്ല, ഏതോ കാരണത്താൽ ഒരു വ്യക്തിയുടെ ശരീരത്തിൽ ഈ ബാലൻസ്, ആസിഡ് ആൽക്കലി ബാലൻസ് തെറ്റിപ്പോകുന്നു. എക്സസ് ആയിട്ട് ആസിഡിന്റെ പ്രൊഡക്ഷൻ സ്റ്റൊമക്കിൽ ഉണ്ടാവുന്നു. ഇതാണ് അസിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ ആസിഡ് നമ്മുടെ സ്റ്റൊമക്കിൽ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അതുകൊണ്ട് റിഫ്ലക്സ് പോലുള്ള പ്രശ്നം ഉണ്ടാവും. ഹാർട്ട് ബേൺ, നെഞ്ചിരിച്ചിൽ, പൊളിച്ചു തേട്ടൽ, ഇങ്ങനെയുള്ള ഇഷ്യൂസ് ഉണ്ടാവും. ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം വരുന്നതാണ് അസിഡിറ്റി എന്ന് പറയുന്നത്. അപ്പം വാസ്തവത്തിൽ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ആസിഡ് ആൽക്കലി ബാലൻസ് തെറ്റിപ്പോകുന്ന അവസ്ഥയ്ക്കാണ് അസിഡിറ്റി എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മരുന്ന് എന്ന് പറയുന്നത് നമ്മുടെ സലൈവ തന്നെയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ സലൈവ എങ്ങനെ നമുക്ക് അധികം അകത്തേക്ക് കടത്തിവിടാം, എങ്ങനെ അതിനെ യൂട്ടിലൈസ് ചെയ്യാം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വളരെ സ്ലോവില് ചവച്ച് ആഹാരം ഇറക്കുക. അതിൽ നിന്നും നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് സലൈവ നമുക്ക് മാക്സിമം അകത്തേക്ക് വിടാനായിട്ട് സാധിക്കും. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് വെള്ളം കുടിക്കുന്നത് ഒറ്റ വലിക്ക് വെള്ളം കുടിക്കാതെ കവിളായിട്ട് വെള്ളം കുടിക്കുക. അപ്പോൾ ഓരോ വെള്ളം കുടിക്കുമ്പോഴും നമുക്ക് സലൈവ മിക്സ് ചെയ്ത് നമുക്ക് ധാരാളം സലൈവയെ അകത്തോട്ട് വിടാനായിട്ട് സാധിക്കും. ഈ രീതിയിൽ ഒരു പരിധി വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസിഡിറ്റിയെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫുഡിലാണ്. നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന ആഹാരത്തിൽ നമുക്ക് ആൽക്കലൈൻ ഫുഡ് അധികമായിട്ട് കഴിക്കാം. അസിഡിക് ഫുഡ് നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതിനെ നമുക്ക് സിമ്പിളായിട്ട് എങ്ങനെ തരംതിരിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് പറയേണ്ട ആവശ്യമില്ല. ഗൂഗിൾ നോക്കിയാൽ നിങ്ങൾക്ക് ആൽക്കലൈൻ ഫുഡും അതുപോലെ തന്നെ അസിഡിക് ഫുഡും നമുക്ക് ധാരാളം തരംതിരിച്ച് കിട്ടും. നമ്മൾ കഴിക്കുന്ന ഡേ ടു ഡേ ഫുഡിൽ തന്നെ നമുക്ക് അസിഡിക് ആയിട്ടുള്ള ഫുഡും ആൽക്കലൈൻ ഫുഡും നമുക്ക് തരംതിരിച്ചു കിട്ടും. ഇതിൽ ആൽക്കലൈൻ ആയിട്ടുള്ള ഫുഡ് നമ്മൾ അധികമായിട്ട് കഴിക്കുകയും അസിഡിക് ആയിട്ടുള്ള ഫുഡ് നമ്മൾ മാക്സിമം അവോയ്ഡ് ചെയ്യുകയും ചെയ്താൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇതിനകത്ത് ആൽക്കലൈൻ ഫുഡ് എന്ന് പറയുന്നത് ഗ്രീൻ വെജിറ്റബിൾസ് ഒരു പരിധി വരെ എല്ലാം ആൽക്കലൈൻ ഫുഡിലാണ് വരുന്നത്. അതിൽ തന്നെ സ്ട്രോങ് അസിഡിക്കും സ്ട്രോങ് ആൽക്കലൈനും വരുന്നുണ്ട്. ഈ സ്ട്രോങ് ആൽക്കലൈനിൽ വരുന്നതാണ് കുക്കുംബർ, മത്തൻ, കുമ്പളം, വെള്ളരി, കക്കിരി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്ട്രോങ് ആൽക്കലൈൻ ആണ്. അപ്പോൾ ഇത് നമ്മൾ നിത്യം ഉപയോഗിക്കുകയാണെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ കുക്കുംബർ നമ്മൾ ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിൽ അത് തന്നെ മതി നമ്മുടെ അസിഡിറ്റിയെ കൺട്രോൾ ആവാനായിട്ട്. അതുപോലെ തന്നെ
സിട്രിക് ആയിട്ടുള്ള ഐറ്റംസ്, നാരങ്ങ, ഓറഞ്ച്, മുസമ്പി, ഇങ്ങനെയുള്ള ഐറ്റംസ് എല്ലാം അസിഡിക് കാറ്റഗറിയിൽ വരുന്നതാണ്. സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ജ്യൂസി ആയിട്ടുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് അസിഡിക്കും, ദശയുള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് എല്ലാം ആൽക്കലൈൻ നേച്ചറുമാണ്. അപ്പോൾ ഇതിനെ നമുക്ക് ഈസി ആയിട്ട് തരംതിരിക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ നമ്മൾ ആൽക്കലൈൻ ഫുഡ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ നമുക്ക് അസിഡിറ്റിയെ ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അടുത്തതായിട്ടുള്ളതാണ് സ്റ്റീം ഫുഡ്. ആവിയിൽ വേവിച്ചെടുക്കുന്ന ആഹാര സാധനങ്ങളെല്ലാം നമുക്ക് ഹെൽത്തി ഫുഡാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്നാൽ അസിഡിറ്റി ഉണ്ടാക്കുന്ന നേച്ചറുണ്ട് അത്. അതുകൊണ്ട് തന്നെ സ്റ്റീമിൽ ഉണ്ടാക്കുന്ന ഫുഡ് നിങ്ങൾക്ക് അസിഡിറ്റി കൂട്ടും. അപ്പം അതുകൊണ്ട് സ്റ്റീം ഫുഡ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പുട്ട്, ഇഡ്ഡലി, ഇടിയപ്പം, ദമ്മിട്ട ബിരിയാണി, ഇങ്ങനെയുള്ള സ്റ്റീമിൽ വേവിച്ചെടുക്കുന്ന ഫുഡ് ഐറ്റംസ് എല്ലാം അസിഡിറ്റി കൂട്ടുന്നതാണ്. അപ്പോൾ അത് കഴിക്കുമ്പോഴും നമുക്ക് എന്ത് പറ്റും? അസിഡിറ്റി കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആഹാരത്തിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അസിഡിറ്റിയെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നിങ്ങൾ ഇന്ന് രാവിലെ എഴുന്നേറ്റ് വരുമ്പോൾ നിങ്ങൾക്ക് നെഞ്ചരിച്ചിലും പൊളിച്ചുകേടലും ഒക്കെ ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് കഴിക്കുകയാണെങ്കിൽ, പുട്ട് കഴിച്ചാൽ അന്ന് രാവിലെ നിങ്ങൾ പുട്ട് കഴിച്ചാൽ നിങ്ങളെ എരിയുന്ന തീയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ ഇരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ അസിഡിറ്റി, നിങ്ങളുടെ കണ്ടീഷൻ ഒന്നും കൂടി വേഴ്സ്റ്റ് ആവും. എന്നാൽ നിങ്ങൾ അത് മനസ്സിലാക്കി നിങ്ങൾ അന്നത്തെ ദിവസം പുട്ട് കഴിക്കാതെ മറ്റാഹാരം കഴിക്കുകയാണെങ്കിൽ നമുക്ക് അസിഡിറ്റി എന്ത് ചെയ്യാം? നമുക്ക് ഒരു പരിധി വരെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഈ നിലയിൽ ഒരു ബേസിക് അവയർനെസ് നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അസിഡിറ്റി എന്ന് പറയുന്ന പ്രശ്നത്തെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഒരു മെഡിസിൻ പോലും ഇല്ലാതെ നമുക്കതിനെ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾ നോക്കിക്കോ, ഏത് ആയുർവേദമായിക്കോട്ടെ, ഹോമിയോ ആയിക്കോട്ടെ, അലോപ്പതിയിലായിക്കോട്ടെ, നിങ്ങൾ കഴിക്കുന്ന മരുന്നെല്ലാം തന്നെ അൻറ്റാസിഡ്സ് ആണ്. എന്താ ഈ അൻറ്റാസിഡ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആസിഡിനെ ന്യൂട്രലൈസ് ചെയ്യുന്നു. അപ്പോൾ നിങ്ങൾ ഇന്ന് കഴിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ന് നിങ്ങളുടെ അസിഡിറ്റിയെ ന്യൂട്രലാക്കും. പക്ഷെ നാളെ വീണ്ടും അത് തന്നെയല്ലേ സംഭവിക്കുന്നത്. അപ്പം അതൊരു ശാശ്വത പരിഹാരമല്ല നമുക്ക് തരുന്നത്. മറിച്ച് ഒരു ടെമ്പററി, താൽക്കാലികമായിട്ടുള്ള ഒരാശ്വാസം മാത്രമേ നമുക്ക് ലഭിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ നിത്യം മരുന്ന് കഴിക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പൊ അസിഡിറ്റിയെ നമ്മൾ എന്ത് ചെയ്യണം? മരുന്ന് കഴിച്ചല്ല കൺട്രോൾ ചെയ്യേണ്ടത്, മറിച്ച് അതൊരു ഡിസോർഡർ ആണ്. ആ ഡിസോർഡറിനെ നമ്മൾ എന്ത് ചെയ്യുക? ഓർഡർ കറക്റ്റ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? അതിനെ പൂർണ്ണമായിട്ടും മാനേജ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇനി നമ്മൾ നേരത്തെ ആദ്യം തന്നെ പറഞ്ഞു എന്തുകൊണ്ടാണ് ഈ അസിഡിറ്റി കൂടുന്നത്, ആസിഡിന്റെ ലെവൽ കൂടുന്നത് എന്നുള്ളത് നമുക്ക് അറിയില്ല എന്ന് പറഞ്ഞു. പല കാരണങ്ങൾ കൊണ്ടാകാം. ഒന്ന്, സലൈവയുടെ അളവ് കുറഞ്ഞതുകൊണ്ടാകാം. 2, എക്സസ് പ്രൊഡക്ഷൻ ആയാലും മതിയല്ലോ. അപ്പം ചിലരുടെ ശരീരത്തിൽ, അവിടെയാണ് നമ്മൾ വരുന്നത്. ആയുർവേദത്തിൽ ചിലരുടെ ശരീര പ്രകൃതിയെ പറ്റി പറയുന്നുണ്ട്. പിത്തപ്രകൃതിക്കാരൻ, വാദപ്രകൃതിക്കാരൻ, കഫപ്രകൃതിക്കാരൻ, ഇങ്ങനെ പല ടൈപ്പ് പ്രകൃതിക്കാരനെ പറ്റി, അതായത് ശരീരത്തിന്റെ നേച്ചറിനെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ അതിൽ പിത്തപ്രകൃതിക്കാരനെ സംബന്ധിച്ചിടത്തോളം അവന്റെ അസിഡിറ്റി എല്ലാം, ആസിഡ് ലെവൽ, പ്രൊഡക്ഷൻ ലെവൽ എല്ലാം അധികമായിരിക്കും, എക്സസ് ക്വാണ്ടിറ്റി ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പൊതുവെ ബൈ ബർത്തിൽ നേച്ചർ തന്നെ അങ്ങനെയാണ്, എക്സസ് പ്രൊഡക്ഷൻ ഉണ്ടാവും. അങ്ങനെയുള്ളവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് അസിഡിറ്റി ഉണ്ടാകാം. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? അവർ ശീലിക്കേണ്ട കുറേ ദിനചര്യകളുണ്ട്, അവർ ശീലിക്കേണ്ട കുറേ ഭക്ഷണ ക്രമീകരണങ്ങളുണ്ട്. ഇത് ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമേ അതിന് പറ്റുള്ളൂ. ഞാൻ പറഞ്ഞു വരുന്ന ആശയം എത്രയേ ഉള്ളൂ, ചിലർക്ക് എക്സസ് ആസിഡ് പ്രൊഡക്ഷൻ ഉണ്ടാകും. അത് വേറെ പ്രത്യേകിച്ച് റീസൺ കൊണ്ടൊന്നുമല്ല. എന്നാൽ നേരെ മറിച്ച് ചിലർക്ക് മറ്റ് കെമിക്കൽ മരുന്നുകളുടെ ഉപയോഗം കൊണ്ടൊക്കെ ആയിരിക്കാം ചിലർക്ക് വരുന്നത്. പക്ഷേ ഒരു കൂട്ടരുണ്ട്, അവർ പിത്തപ്രകൃതിക്കാരായിരിക്കും. അവരുടെ എക്സസ് പ്രൊഡക്ഷൻ, നോർമലി അവർക്ക് എക്സസ് ക്വാണ്ടിറ്റി പിത്തം പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ള ഈ രീതിയിലുള്ള ഭക്ഷണ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുമ്പോട്ട് പോവുക എന്നുള്ളത് മാത്രമേ അതിന് സൊല്യൂഷൻ ആയിട്ടുള്ളൂ. നമ്മളിപ്പം അസിഡിറ്റിയെ പറ്റിയാണ് പറഞ്ഞത്. ഇനി അസിഡിറ്റി നമ്മൾ ശ്രദ്ധിക്കാതെ പോയാൽ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് പറയുന്നത് അടുത്ത പ്രശ്നമാണ്. അതാണ് അൾസർ രൂപപ്പെടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം അൾസറിനെ പറ്റി, എല്ലാവർക്കും ബോധമുള്ളവരാണ്. എന്താ അൾസർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അസിഡിറ്റിയിൽ നിന്ന് നമ്മുടെ സ്റ്റൊമക്കിൻ്റെ ഇന്നർ ലെയറിൽ ആസിഡ് ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അപ്പോൾ ഇങ്ങനെ ആസിഡ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുമ്പോൾ ഇന്നർ ലെയറിൽ
ബോയിൽസ്, അതായത് കുരുക്കൾ രൂപപ്പെടും. ഇങ്ങനെ കുരുക്കൾ രൂപപ്പെട്ട് ചില കുരുക്കൾ പൊട്ടി അൾസറായിട്ട്, മുറിവായിട്ട്, വ്രണമായിട്ട് രൂപപ്പെടും. ഇങ്ങനെ ഉണ്ടാകുന്ന അവസ്ഥയാണ് അൾസർ എന്ന് പറയുന്നത്. അപ്പൊ ഈ അൾസർ മാത്രമല്ല, ഇങ്ങനെ ഈ കുരുക്കൾ ഉണ്ടാകുക മാത്രമല്ല, അതിനകത്ത് ചിലത് പൊട്ടി വ്രണമാവും. ഈ വ്രണമാകുമ്പോൾ അതിന്റെ മുകളിൽ ആസിഡ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് കിടക്കും. അപ്പൊ ആസിഡിന്റെ മുകളിൽ നമ്മുടെ മുറിവിൽ ആസിഡ് വീണ എന്തായിരിക്കും അവസ്ഥ? വേദനയുണ്ടാവും, നീറ്റിലും ഉണ്ടാവും അല്ലേ? അപ്പൊ ഇതേ അവസ്ഥ തന്നെ നമ്മുടെ സ്റ്റൊമക്കിൽ നമുക്ക് ഫീൽ ചെയ്യും. അതാണ് അൾസർ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെയും കൂടിയ കണ്ടീഷൻ, അതായത് ഈ അൾസറും കഴിഞ്ഞതിന് ശേഷം കൂടിയ കണ്ടീഷനാണ് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഇന്നർ ലെയർ, ആമാശയത്തിന്റെ ഇന്നർ ലെയറിൽ നീർക്കെട്ട് വീഴുക, അല്ലെങ്കിൽ നീര് കെട്ടി ഇൻഫെക്ഷൻ ആവുക, ഇങ്ങനത്തെ കണ്ടീഷനാണ് ഗ്യാസ്ട്രൈറ്റിസ് എന്ന് പറയുന്ന കണ്ടീഷൻ. അപ്പം ഇതെല്ലാം ഇതിന്റെ നെക്സ്റ്റ് ലെവലാണ്. അതുപോലെ തന്നെ അസിഡിറ്റി കൂടിക്കഴിയുമ്പോഴാണ് റിഫ്ലക്സ് ഡിസീസ് ഉണ്ടാകുന്നത്. ഈ ആസിഡ് ഫ്ലോട്ട് ചെയ്ത് മുകളിലേക്ക് നമുക്ക് തേട്ടി വരും. മുകളിലേക്ക് നമ്മുടെ വായിലോട്ട് ഈസോഫാഗസ് വഴി മുകളിലേക്ക് കയറി വരുന്നതാണ്, റിഫ്ലക്സ് ആയിട്ട് വരുന്നതാണ് റിഫ്ലക്സ് ഡിസീസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള റീസൺ ആരാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അസിഡിറ്റി തന്നെയാണ്. അപ്പൊ നമ്മൾ എവിടെയാ തുടങ്ങേണ്ടത് എന്ന് ചോദിച്ചാൽ, ഗ്യാസ്ട്രൈറ്റിസ് ആണെങ്കിലും റിഫ്ലക്സ് ഡിസീസ് ആണെങ്കിലും അൾസർ ആണെങ്കിലും നമ്മൾ എവിടെ തുടങ്ങണം? അസിഡിറ്റിയെ മാനേജ് ചെയ്ത് തുടങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിനെയെല്ലാം കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. കാരണം ഈ അസുഖങ്ങളുടെ എല്ലാം ബേസിക് റൂട്ട്, കാരണക്കാരൻ എന്ന് പറയുന്നത് അസിഡിറ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും അസിഡിറ്റിയെ നമ്മൾ മരുന്ന് കഴിച്ചല്ല മാനേജ് ചെയ്യേണ്ടത്, മറിച്ച് നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ മാനേജ് ചെയ്യണം. അസിഡിറ്റിയെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ കൈക്കുള്ളിൽ മാനേജ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ വിഷയത്തെപ്പറ്റി, അതായത് അസിഡിറ്റി, ഗ്യാസ്ട്രൈറ്റിസ്, റിഫ്ലക്സ് ഡിസീസ്, അൾസർ, ഈ വിഷയത്തെപ്പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ബന്ധപ്പെടാം. ഡോക്ടർ ജോബിൻ ജേക്കബ്, ഒലിവ് ആയുർവേദ ഹോസ്പിറ്റൽ, പാലാരിവട്ടം. താങ്ക് യു.